നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. അതിമോഹവിലയിലുള്ള തേങ്ങയുടെ വില ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ വിപണിയിൽ നിന്ന് അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിലോയുടെ പുറത്ത് 90 രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത്. നാളികേര വിപണിയെ തളർച്ചയിൽ നിന്ന് ഉയർത്താനുള്ള ശ്രമങ്ങൾ അയൽ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നത് കാർഷിക മേഖലയ്ക്ക്, പ്രത്യേകിച്ച് തേങ്ങാ മേഖലയ്ക്കൊക്കെ വളരെയേറെ ആശ്വാസമാണ്. വെളിച്ചെണ്ണയുടെ വില ഉയർത്താൻ അവർ ശ്രമിച്ചതാണ്. കാരണം ഇനി പുതുവത്സരവും ക്രിസ്മസ് സീസണും ഒക്കെ അടുക്കാൻ വരുമ്പോൾ ആവശ്യക്കാർ ഏറെയാണ് വെളിച്ചെണ്ണയ്ക്കും മറ്റും. നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണ 1 ലിറ്ററിന് 450 രൂപയാണ് കൊടുക്കുന്നത് കടകളിൽ നിന്ന്. ഇങ്ങനെ ഉയർത്താൻ നോക്കുന്ന കൊപ്രയുടെ വില 100 രൂപ മാത്രമാണ് ഉയർത്തിയത്. കേരളത്തിൽ നാളികേര ഉൽപ്പന്ന വില 4 ദിവസമായിട്ട് സ്റ്റഡിയാണ്. ക്രിസ്മസ് വിൽപ്പന വെളിച്ചെണ്ണയ്ക്ക് ആവേശം പകരുമെന്ന നിഗമനത്തിനാണ് കൊപ്രയാട്ട് വ്യവസായികളും. നെടുമ്പായംകുളം കാർഷിക വിപണിയിൽ 26/11/2025 നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം. പയർ കിലോ 85 മുതൽ 100, പാവയ്ക്ക കിലോ 100 മുതൽ 130, പടവലം കിലോ 45, കോവയ്ക്ക കിലോ 80 മുതൽ 90, കുമ്പളം കിലോ 40 മുതൽ 45, മത്തൻ കിലോ 30 മുതൽ 35, ചുരയ്ക്ക കിലോ 20, കത്തിരി കിലോ 60 മുതൽ 65, വാളരിപ്പയർ കിലോ 80, വെണ്ടയ്ക്ക 90 മുതൽ 100, പപ്പയ കിലോ 30 മുതൽ 50, മുളക് കിലോ 130, ഉണ്ടമുളക് കിലോ 350, കാന്താരി കിലോ 250, പാഷൻ ഫ്രൂട്ട് 120 മുതൽ 150, കുക്കമ്പർ കിലോ 30 മുതൽ 35, മരച്ചീനി കിലോ 20 മുതൽ 24, വാഴക്കൊമ്പ് 1 പീസ് 6, ഇഞ്ചി 1 കിലോ 80 മുതൽ 100, ചീര പച്ച 35 മുതൽ 40, ചുവന്ന ചീര 60, വടക്കംപുളി കിലോ 280, കുരുമുളക് കിലോ 750, മഞ്ഞൾപ്പൊടി അവിടെ 300 രൂപയ്ക്കാണ്, പുളി 180, ചേന കിലോ 40, ചേമ്പ് കിലോ 50 മുതൽ 65, കാച്ചിൽ കിലോ 50 മുതൽ 70, തേങ്ങ ഒരു പീസ് അവിടെ 1 കിലോ 90 രൂപ, കോഴിമുട്ട 1 പീസ് 8 രൂപ 50 പൈസ, ഏത്തൻ കിലോ 38 മുതൽ 42, കപ്പ കിലോ 50 മുതൽ 55, പൂവൻ കിലോ 30 മുതൽ 37, പാളയം കിലോ 15 മുതൽ 18, റോബസ്റ്റ 15 മുതൽ 20, ഞാലി 30 മുതൽ 40 എന്നിവയാണ് അവിടെ വന്നത്. എന്തായാലും ഇപ്പോൾ കാലാവസ്ഥാ പ്രതിസന്ധിക്കിടയിലും കർഷകർ ഇത്രയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുവന്ന കർഷകർക്ക് വേണം ഒരു ബിഗ് സല്യൂട്ട്. അവർക്ക് വേണം ആധുനിക കാർഷിക യന്ത്രങ്ങൾ സൗജന്യമായി കൊടുക്കുകയും വേണം അവർക്ക്. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടതിന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.